രക്തം, മുടി, നഖം എന്നിവയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും, ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് നടത്തും തുടങ്ങിയവയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഷൈൻ ടോം ചാക്കോ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യലിൽ ഒരു ഘട്ടത്തിൽ താൻ ലഹരി ഉപയോഗിക്കുന്ന കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. സജീർ എന്ന ഡാൻസ് ഓഫ് സംഘം അന്വേഷിച്ചെത്തിയ കൊച്ചിയിലെ പ്രധാന ലഹരി ഇടപാടുകാരനുമായുള്ള ബന്ധവും താരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരനായ സജീറുമായി നടന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നതിന്റെ രേഖകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം ചോദ്യങ്ങൾ ചോദിച്ചത്. ആ കൃത്യം നടക്കുന്ന ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഹോട്ടലിന്റെ ജനൽ വഴി ചാടി രക്ഷപ്പെട്ട് ഓടിയ ദിവസം ഷൈൻ ടോം ചാക്കോ സജീറുമായി 20,000 രൂപയുടെ ഗൂഗിൾ പേ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഗൂഗിൾ പേ വഴി നടത്തി എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ലഹരിയിലെ പ്രധാന ഇടനിലക്കാരനുമായി എന്താണ് താരത്തിനുള്ള ബന്ധം, എന്തുകൊണ്ടാണ് ഇത്രയധികം സാമ്പത്തിക ഇടപാടുകൾ ഇയാളുമായി താരം നടത്തേണ്ടി വരുന്നത് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ സിനിമാ മേഖലയിലെയോ മറ്റോ ഒക്കെ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമോ? കൂടുതൽ ആളുകൾക്ക് ബന്ധമുണ്ടാകുമോ? കൂടുതൽ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഈ ഇടനിലക്കാരൻ സജീറുമായി ബന്ധപ്പെടുന്ന മറ്റ് താരങ്ങളുണ്ടോ? തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കട്ടെ, അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നതാണ് അന്വേഷണ സംഘം നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കൂടി എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അത് പ്രകാരം സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാം നടന്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച് കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ നടക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കാം. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുരുക്ക് മുറുകുകയാണ് ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച്. കിട്ടിയ ഒരവസരം, അത് സംസ്ഥാനത്തെ ആദ്യ കൊക്കൈൻ കേസായിരുന്നു, വളരെ ഗൗരവത്തോടെ കണ്ട കേസായിരുന്നു. പക്ഷേ അതിൽ തെളിവുകളുടെ അഭാവത്തിൽ അവർ കുറ്റവിമുക്തരാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഹോട്ടൽ മുറിയിൽ, കൊച്ചിയിലെ വേദാന്ത എന്ന ഹോട്ടലിലെ 3ാമത്തെ നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് ഓടിയ ഷൈൻ ടോം ചാക്കോ എന്തിന് ഓടി? അന്വേഷണ സംഘത്തെ കണ്ടപ്പോൾ എന്താണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് മറക്കാനുണ്ടായിരുന്നത് എന്ന നിരവധി ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്നുവെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഓരോന്നിനായി ഉത്തരങ്ങൾ ലഭിക്കുകയാണ്. ഈ ലഹരി ഉപയോഗമാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള പ്രധാന കാരണം എന്നതാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഈ ഡാൻസ് ഓഫ് സംഘം അന്വേഷിച്ചെത്തിയ സജീർ എന്ന വ്യക്തിയുമായുള്ള ഇടപാടുകൾ അതും താരം പേടിച്ചോടുന്നതിനൊരു കാരണമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഡാനിപ്പോൾ വീണ്ടും വിവരങ്ങളുമായി ചേരുകയാണ് ജനറൽ ആശുപത്രിയിൽ നിന്ന്. ഡാനിപ്പോൾ, ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് വൈദ്യപരിശോധനയ്ക്ക് ഷൈൻ ടോം ചാക്കോയെ അവിടെ എത്തിച്ചിട്ട്. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ? ഇനി എത്ര സമയം എടുക്കും വൈദ്യപരിശോധന പൂർത്തിയാകാൻ? രേണുക, വൈദ്യപരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് രാസലഹരി അടക്കം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പിളുകൾ, അതായത് മുടിയുടെയും അതോടൊപ്പം തന്നെ നഖത്തിന്റെയും അടക്കമുള്ള സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വിശദമായ രീതിയിലുള്ള പരിശോധനകളടക്കം വേണ്ടിവരും. അതിന്റെ ഫലം വൈകിയായിരിക്കും അത് ലഭിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം പരിശോധനകളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. പരിശോധനകൾ പൂർത്തിയാക്കുന്ന മുറയ്ക്കായിരിക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് വരിക. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വകുപ്പുകളിൽ എത്രമാത്രം ഗുരുതര സ്വഭാവമുണ്ട് എന്നതിനെ അനുസരിച്ചാണ് ഇന്ന് മജിസ്ട്രേറ്റിന് ഹാജരാക്കണമോ അതോ സ്റ്റേഷൻ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യണമോ, സ്റ്റേഷൻ ജാമ്യം പോലുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അത് ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള കാര്യങ്ങൾ, അത് പരിശോധനകൾ, അത്തരം കാര്യങ്ങളിൽ ചർച്ച നടത്തി വരികയാണെന്നാണ് ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 27, 29 വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകളിൽ ആസൂത്രിതമായ ഗൂഢാലോചന, ലഹരി ഉപയോഗത്തിന് വേണ്ടിയുള്ളത്, അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗത്തിന് പണം നൽകൽ എന്നിവ അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് വരികയും ചെയ്യുന്നത്. പക്ഷേ ഇതിനടക്കം തെളിവുകളടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഈ ചോദ്യം ചെയ്തലിന്റെ അടിസ്ഥാനത്തിലാണ്, ചോദ്യം ചെയ്തലിൽ നിന്നും അതോടൊപ്പം തന്നെ കോൾ ലോഗുകളുടെ വിശദാംശങ്ങളിൽ നിന്നുമാണ് ഇപ്പോൾ ഈ കേസെടുക്കുക, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അടക്കം എല്ലാം കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ പണം കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള നടപടികൾ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
സാധിക്കുന്നത്. ഇനിയിപ്പോൾ അതിന്റെ ഒരു വിശദാംശങ്ങൾ, കാരണം ഈ ലഭ്യമായ തെളിവുകൾ അടക്കം എത്രമാത്രം അത് പര്യാപ്തമാണ്, ഈ ഗുരുതര സ്വഭാവത്തിലേക്ക് ഈ കുറ്റകൃത്യങ്ങൾ മാറുന്നതിന് ഈ തെളിവുകൾ എത്രമാത്രം പര്യാപ്തമാണ് എന്നതിന്റെ ഒരു വിശദമായ ഒരു പരിശോധനയാണ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് ഈ വൈദ്യപരിശോധന പൂർത്തിയാകുന്നതിന്റെ പുറകെ തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളുടെ ചർച്ചയും പൂർത്തിയാക്കും എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വൈദ്യപരിശോധന തുടരുകയും ചെയ്യുന്നു. നേരത്തെ രേണുക ചോദിച്ചിരുന്നു, ഈ പരിസരം, ആശുപത്രി അടക്കമുള്ള ഈ പരിസരത്ത് നിരവധി ആളുകൾ ഇവിടെ കൂടിയിരുന്നു. ഇപ്പോൾ കുറച്ചുപേരെങ്കിലും പിരിഞ്ഞു പോകുവാൻ തയ്യാറായിട്ടുണ്ട്. എങ്കിലും ഈ നടനെ ഇവിടെ ഒരു പരിശോധനയ്ക്ക് കൊണ്ടുവരിക എന്നതിന്റെ ഒരു കൗതുകവും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ പലരും തന്നെ ഇവിടെ കേന്ദ്രീകരിച്ചിരുന്നു. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ഈ ഷൈൻ ടോം ചാക്കോയുടെ ഈ ഒളിച്ചോടലും കാര്യങ്ങളുമെല്ലാം തന്നെ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. നടന്റെ ഒരു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് ഏത് രീതിയിൽ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓടിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങളെമ്പാടും തന്നെ ഉയർന്നിരുന്നു. പക്ഷെ അതിന് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കുവാനായിട്ട് പോലീസിന് കഴിഞ്ഞിരിക്കുന്നു, അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത. ഈ കാര്യങ്ങളിൽ ഷൈൻ ടോം ചാക്കോ പല രീതിയിലുള്ള വിശദീകരണങ്ങളടക്കം ഇവർക്ക് നൽകിയിരിക്കുന്നു. ഡാൻസ് ഓഫ് സംഘം അവരെ കണ്ടപ്പോൾ ഗുണ്ടാ സംഘങ്ങളാണെന്ന് കരുതിയിരുന്നു. തനിക്ക് ചില പണ ഇടപാടുകളുണ്ട്, അത് ചോദിക്കാൻ വന്നവരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോ നൽകിയിരുന്നെങ്കിലും അതിനെ മറികടന്നു പോകുന്നതിനടക്കമുള്ള ഉത്തരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിലേക്ക് ലഭ്യമായ തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ കോൾ ലോഗുകളും വിശദാംശങ്ങളും പണയിടപാടുകൾ സംബന്ധിയായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ലഹരി ഇടപാടുകാരനെ സംബന്ധിച്ചുള്ള ഈ വസ്തുതകളും വിശദാംശങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഇയാളിലേക്കാണ് അന്വേഷണം കൊണ്ടുപോയിരുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയ്ക്ക് ആ മേഖലയിലേക്കുള്ള ലഹരി ഇടപാടുകാരുടെ പ്രധാന കണ്ണി എന്ന രീതിയിലാണ് ഈ സഫീർ എന്ന ഇയാളെ അന്വേഷണ സംഘം കണ്ടിരുന്നത്. പല കേസുകളിലും പൊതുവായി വരുന്നൊരു എലമെന്റ് എന്ന രീതിയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ഈ രഹസ്യ രാസലഹരിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്ന ഇടപാടുകൾ പ്രത്യേകിച്ചും ഇയാൾ തന്നെയായിരുന്നു ഇതിന്റെ മുഖ്യ കണ്ണി എന്ന് പറയുന്ന അയാളുമായിട്ടായിരുന്നു കൂടുതൽ സഖ്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിലേക്കടക്കം വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് അന്വേഷണ സംഘത്തിന് കടന്നു ചെല്ലാനായിട്ട് സാധിച്ചത്. അതിന് വലിയ രീതിയിലുള്ളൊരു വിശദീകരണം നൽകാനും ഷൈൻ ടോം ചാക്കോയ്ക്ക് കഴിഞ്ഞതുമില്ല. അത് ഏതാണ്ടും ഈ ഇടപാടുകൾ സമ്മതിക്കുന്ന, അല്ലെങ്കിൽ ഈ ഉപയോഗം സമ്മതിച്ച് നൽകുന്ന രീതിയിലുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ 27, 29 വകുപ്പുകൾ ചുമത്തി NDPS ആക്ട് പ്രകാരം ചുമത്തിയിരിക്കുന്നത്. അത് പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്, അറസ്റ്റിലേക്കടക്കം നീങ്ങുന്നത്. അതിന്റെ വൈദ്യപരിശോധനകൾ പൂർത്തിയാവുകയാണ്. വൈകാതെ അത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുറത്ത് പോലീസ് അടക്കം വിപുലമായ രീതിയിൽ തന്നെ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ആളുകൾ കൂട്ടം കൂടുന്നതിനെല്ലാം തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ് അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശോധനകളടക്കം വൈകാതെ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിതലങ്ങളിൽ നൽകിയ സൂചനകൾ ഏതാണ്ട് ഇതിങ്ങനെ ഒരു കടുത്ത നടപടി വരുന്നുണ്ട് പിറകെ എന്ന രീതിയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് ആണെങ്കിലും സിനിമാ മേഖല അത്ര കണ്ട പവിത്രമല്ല എന്ന രീതിയിലുള്ള സൂചനകൾ നൽകിയിരുന്നു. അവിടെ